മെഡിക്കൽ ടേംസ് മേഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ബ്ലഡ് പ്രഷർ എന്നാണ് അർത്ഥം. സോ എന്താണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ഒരു ആർട്ടറിയിൽ കൂടി ഒഴുകുന്ന സമയത്ത്, ആർട്ടറികളാണല്ലോ എപ്പോഴും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നത്. സോ ഹാർട്ട് ആർട്ടറികളിലേക്കാണ് എന്താ പറയുക, ഒരു പ്രത്യേക ഫോഴ്സോടുകൂടി പമ്പ് ചെയ്യുന്നത്. സോ ഹാർട്ടിൻ്റെ ആ ഒരു പമ്പിങ് പ്രഷർ മൂലം ബ്ലഡ് ആർട്ടറികളിലേക്ക് ചെല്ലുന്നത്, ആർട്ടറിയിലേക്ക് ചെല്ലുന്നതും ആർട്ടറികളിൽ കൂടി ഒഴുകുന്നതും ഒരു പ്രത്യേക ഫോഴ്സ് ഇങ്ങനെ ആർട്ടറിയുടെ ഭിത്തികളിൽ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ആ ഒരു ഫോഴ്സിനെയാണ് നമ്മളെപ്പോഴും ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. ഒരു മിനിമം ബ്ലഡ് പ്രഷർ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്നാലേ നമുക്ക് നമ്മുടെ ബോഡി മുഴുവനും ഈ ബ്ലഡ് എത്തുകയുള്ളൂ. ആ ഒരു ഫോഴ്സാണ് ശരിക്കും ബ്ലഡിനെ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. ഓക്കെ, ഹാർട്ടിൻ്റെ ആ ഒരു പമ്പിങ് പ്രഷർ, അത് നമുക്ക് ബ്ലഡ് പ്രഷറായിട്ട് നമ്മുടെ ആർട്ടറികളിൽ കൂടി ബ്ലഡിനെ ഒഴുകാനായിട്ട് അത് സഹായിക്കുന്നു. അങ്ങേയറ്റം വരെ ബ്ലഡിനെ എത്തിക്കുകയും ചെയ്യുന്നു, നമ്മുടെ ഫിംഗേഴ്സ് ആൻഡ് ടോസ് ഒക്കെ വരെ. ജസ്റ്റ് ലൈക്ക് നമുക്കറിയാലോ, ഒരു പമ്പ് എത്ര പവറുള്ള പമ്പാണ്, അത്രയും ദൂരം അതിന് പമ്പ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഏതാണ്ട് ഹാർട്ടിൻ്റെ ഒരു ഹാർട്ടിൻ്റെ പ്രഷർ അല്ല നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രധാന കാരണം ഹാർട്ടിൻ്റെ ഒരു പമ്പിങ് പ്രഷറാണ്. ഓക്കെ, സോ ഈ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ആർട്ടറിയിൽ കൂടി ഒഴുകുമ്പോൾ ആർട്ടറിയുടെ ഭിത്തികളിൽ ബ്ലഡ് ഏൽപ്പിക്കുന്ന ആ ഒരു പ്രഷർ, ആ ഒരു ഫോഴ്സിനെ നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. സോ ഇതെപ്പോഴും കുറയാനും പാടില്ല, ഒത്തിരി കൂടാനും പാടില്ല, അല്ലേ? കുറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും ബ്ലഡ് വേണ്ടത്ര എത്തില്ല. പ്രത്യേകിച്ച് ബ്രെയിൻ പോലുള്ള ഓർഗൻസിന് വളരെയധികമായിട്ട് എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു മിനിമം പ്രഷർ എന്തായാലും വേണ്ട ഓർഗനാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രെയിനൊക്കെ കുറച്ച് നേരം നമുക്ക് പ്രഷർ കുറഞ്ഞു പോയാൽ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നത് ബ്രെയിനാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തലകറങ്ങി നമ്മൾ ഫെയിൻറ്റ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ വരുന്നത്. സോ ഒരു മിനിമം ബ്ലഡ് പ്രഷർ എപ്പോഴും ആവശ്യമാണ്. എന്നാൽ അധികം അത് കൂടാനും പാടില്ല, അല്ലേ? കുറഞ്ഞാൽ നമ്മൾ പറയും ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും, കൂടിയാൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സോ ഈ കൂടുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അത് കുറേ എന്താ പറയുക, ഈ ഉടനെ ഒരു ചേഞ്ച് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരില്ല. നമുക്ക് പ്രഷർ കൂടി ഇരിക്കുന്നു എന്നുള്ളത് അത്ര അധികമായിട്ട് കൂടിയാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ആ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ, സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാതെ വർഷങ്ങളോളം പോവാം. പക്ഷേ സൈലൻ്റ് ആയിട്ട് അത് നമ്മുടെ പല ഓർഗൻസിനും ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ഹൈപ്പർ ടെൻഷൻ്റെ പ്രധാന ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ രണ്ട് പ്രധാന ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ഹൈപ്പർ ടെൻഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എസെൻഷ്യൽ എന്നും സെക്കൻഡറി എന്നും. ഓക്കെ, എസെൻഷ്യൽ ആൻഡ് സെക്കൻഡറി. എസെൻഷ്യലിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, പ്രൈമറി എന്ന് പറയും. കാരണം രണ്ടാമത്തേത് സെക്കൻഡറി ആകുമ്പോൾ ദ ഫസ്റ്റ് വൺ ഷുഡ് ബി പ്രൈമറി, അല്ലേ? പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ. സോ പ്രൈമറി ഓർ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ. അതായത് ഒരു പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ബ്ലഡ് പ്രഷർ അങ്ങനെ കൂടുന്നു. ചിലപ്പോൾ കുറേയധികം റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാവാം. ലൈക്ക് നമുക്ക് എന്താ ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട്, ടെൻഷനുണ്ട്. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്, വിത്തൗട്ട് എനി ഫിസിക്കൽ എക്സസൈസ്, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഹെറിഡിറ്ററി ആയിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ, ഫെമീലിയലായിട്ട് നമ്മുടെ ഫാമിലിയിൽ പലർക്കും, നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഇതുപോലെ ക്ലോസ് റിലേറ്റീവ്സിന് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടുമാവാം. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ല, ദർ ആർ സോ മെനി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന, അതുകൊണ്ടായിരിക്കും അതിനെ എസെൻഷ്യൽ എന്ന് പറയുന്നത്, പ്രൈമറി ഓർ എസെൻഷ്യൽ. ഓക്കെ, അതങ്ങനെ അങ്ങ് ഉണ്ടാവുന്നു. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ അത് കൂടിക്കാണുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈമറി ഓർ എസെൻഷ്യൽ എന്ന് പറയും. ഇതിനൊരു പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഇഡിയോപ്പതിക് എന്നും പറയും. പൊതുവേ ഇങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് നമുക്കൊരു പ്രത്യേകിച്ചൊരു കാരണം ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എങ്കിൽ അത്തരം അസുഖങ്ങളെ പൊതുവേ നമ്മൾ മെഡിക്കലി റെഫർ ചെയ്യുന്നത് ഇഡിയോപ്പതിക് എന്നാണ്. സോ ദിസ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഈസ് ആക്ച്വലി ആൻ ഇഡിയോപ്പതിക് കണ്ടീഷൻ വിത്തൗട്ട് എനി നോൺ കോസ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്. സോ ദ കോമൺ ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എപ്പോഴും എസെൻഷ്യലാണ്.
ഒരു ലെസ് കോമൺ ആയിട്ടുള്ള ടൈപ്പാണ് അടുത്തത് സെക്കൻഡറി. സെക്കൻഡറി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പേരിൽ തന്നെ അതിനൊരു ക്ലൂ ഉണ്ട്. മറ്റേതെങ്കിലും ഒരു ഡിസീസ് മൂലം ഹൈപ്പർ ടെൻഷൻ ഒരാൾക്ക് ഉണ്ടായാൽ അതിനെയാണ് നമ്മളെപ്പോഴും സെക്കൻഡറി എന്ന് പറയുക. അതായത് ഇപ്പോൾ കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ, കിഡ്നി ഡിസീസ് മൂലം പലപ്പോഴും കിഡ്നി ഡിസീസ് മൂലം ബ്ലഡ് പ്രഷർ കൂടാറുണ്ട്. സോ അങ്ങനത്തെ ഒരു ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ സെക്കൻഡറി ടു ദിസ് എന്ന് പറയാൻ നമുക്കൊരു കാരണം, മറ്റൊരു അസുഖമുണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിഡ്നി ഡിസീസ് മൂലം വരുന്ന ഹൈപ്പർ ടെൻഷനാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഈ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. നമ്മളതിനെ റീനൽ എന്ന് പറയും, റീനൽ ഹൈപ്പർ ടെൻഷൻ. റീനൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നിയിലെ ഹൈപ്പർ ടെൻഷൻ എന്നല്ല അർത്ഥം. റീനൽ ഹൈപ്പർ ടെൻഷൻ മീൻസ് ഇറ്റ് ഇസ് എ ഹൈപ്പർ ടെൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ or produced as a result of a kidney disease. Okay, അപ്പോൾ അതാണ് ഒരു കോമൺ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അത്ര കോമൺ അല്ല, കൂടുതൽ കോമൺ എപ്പോഴും എസെൻഷ്യൽ തന്നെയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നൊരു ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പല പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കുമ്പോഴും ഇതുപോലെ 140/90 millimeters ഓഫ് മെർക്കുറിക്ക് മുകളിലായിട്ട് റീഡിങ് വരുന്നു. ഓക്കെ, അത് ഇപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വന്നെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പർ ടെൻഷനായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കൺസിസ്റ്റൻ്റ്ലി ഹൈ ആയിട്ടിരിക്കുക, അതാണ് നമ്മൾ ബ്ലഡ് പ്രഷർ ഹൈ ആണെന്ന് പറയാനുള്ള കാരണം. ആൻഡ് നമുക്ക് വെറുതെ കുറച്ച് കോംപ്ലിക്കേഷൻസും കൂടെ നോക്കാം. ബ്ലഡ് പ്രഷർ കൂടിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇതൊക്കെ മിക്കവാറും ലോങ് ടേമിലാണ്. ഹൈപ്പർ ടെൻഷൻ കൂടുതലും ലോങ് ടേമിലാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്, കുറേ വർഷങ്ങൾ കൊണ്ട്, അല്ലെ 10-15 വർഷങ്ങൾ ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗൻസിനൊക്കെ അത് സ്ലോലി ഡാമേജ് ചെയ്യുക. അതുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷനെ ഒരു സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറയുന്നത്. സോ ഒരു കോമൺ ആയിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണുന്ന ഒന്ന് ഹാർട്ട് ഡിസീസ് തന്നെ വരാം. ഹൈപ്പർ ടെൻഷൻ മൂലം ഹാർട്ടിന് എപ്പോഴും ഒരു എക്സ്ട്രാ ലോഡാണ്, അതിൻ്റെ വർക്ക് ലോഡ് കൂടുന്നു. കാരണം ആർട്ടറിയിലെ പ്രഷർ വളരെ ഹൈ ആയതുകൊണ്ട് ഹാർട്ട് ഹാസ് ടു പമ്പ് വിത്ത് മോർ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഒത്തിരിയും എക്സേർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഹാർട്ടിന് പതുക്കെ ഹാർട്ട് ഫെയിലിയർ പോലുള്ള കണ്ടീഷൻസിലേക്ക് പോകും. സോ ദാറ്റ് ഈസ് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ്. അതേപോലെ കിഡ്നി മറ്റൊരു കണ്ടീഷൻ, കിഡ്നി ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു കോംപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതായത് ഹൈപ്പർ ടെൻഷൻ വർഷങ്ങളായിട്ടുള്ള ഒരാൾക്ക് പതുക്കെ കിഡ്നിയിൽ ഡാമേജ് വരികയും അൾട്ടിമേറ്റ്ലി അതൊരു കിഡ്നി ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, കിഡ്നി ഡിസീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കിഡ്നി ഡിസീസ് മൂലം ഹൈപ്പർ ടെൻഷൻ വരാം, അത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അവിടെ കിഡ്നി ഡിസീസാണ് ആദ്യം ഉണ്ടാവുന്നത്, അത് ഹൈപ്പർ ടെൻഷനിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയും ഓക്കെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഇവിടെ അതല്ല, ഇവിടെ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ വർഷങ്ങളായിട്ടുള്ളത് മൂലം ആ ഹൈപ്പർ ടെൻഷൻ്റെ ഇഫക്റ്റിൽ ഡാമേജ് ടു കിഡ്നി ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ അതാണ് നമ്മൾ ഹൈപ്പർ ടെൻസീവ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. കിഡ്നി ഡിസീസും ഹൈപ്പർ ടെൻഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു കിഡ്നി ഡിസീസ്, ആൻഡ് അഗെയിൻ കിഡ്നി ഡിസീസ് മേ ഫൈനലി കോസ് ഹൈപ്പർ ടെൻഷൻ ടു. ഇത് രണ്ടും അങ്ങനെ ഒരു മ്യൂച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ അനദർ കണ്ടീഷൻ നമ്മുടെ ഐയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഹൈപ്പർ ടെൻഷൻ മൂലം വരാം. ലൈക്ക് ഇപ്പോൾ ഗ്ലക്കോമ, റെറ്റിനോപ്പതി, റെറ്റിനയുടെ ഡാമേജ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അത് ഫൈനലി ബ്ലൈൻഡ്നെസ്സിലേക്ക് പോവാം. സോ ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി. അതുപോലെ ഗ്ലക്കോമ. ഓക്കെ, ആൻഡ് ദെൻ ആർട്ടീരിയോസ്ക്ലോസിസ്, അല്ലെ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷനുള്ള ഒരാൾക്ക് അയാളുടെ ആർട്ടറികളിലെല്ലാം അല്ലാണ്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ പോയി ഇത്രയും പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് ആർട്ടറികൾ നോർമലി വളരെ ഇലാസ്റ്റിക് വോൾ ഉള്ളവരാണ്, ഹൈലി ഇലാസ്റ്റിക് വോളാണ് അവരുടേത്, അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ. ബട്ട് ഫൈനലി കുറേ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആർട്ടറികൾ, ഓക്കെ, എവിടെയുള്ള ആർട്ടറികളും ആവട്ടെ, ദേ വിൽ ഫൈനലി ലൂസ് ദർ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഒരുമാതിരി ഹാർഡ് അയൺ പൈപ്പ് പോലെ ഇങ്ങനെ റിജിഡായി മാറും. അതിനെയാണ് നമ്മൾ ആർട്ടീരിയോ സ്ക്ലറോസിസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ കോമണസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. സോ ഇവരുടെ ഹൈപ്പർ ടെൻഷൻ്റെ മരുന്നുകളാണ് നമ്മൾ ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് എന്ന് വിളിക്കും, ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ്. സോ യൂഷ്വലി അവർ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മുടെ ആർട്ടറികൾക്ക് കുറച്ച് വൈഡൻ ചെയ്യുന്ന മരുന്നുകളാണ്, വാസോ ഡയലേറ്റേഴ്സ് എന്നൊക്കെ പറയും. സോ ഈ ആൻറ്റി ഹൈപ്പർ ടെൻസീവ്സ് സ്ഥിരമായിട്ടും ഡോക്ടർ പറയുന്ന ഡോസിലും കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള സ്ട്രെസ് ആൻഡ് ടെൻഷനൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക, മാക്സിമം ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഉപ്പ് കുറയ്ക്കുക, ആഹാരത്തിൽ ഒത്തിരി കുറച്ച് സോൾട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഇതൊക്കെയാണ്
മറ്റ് ജനറലി ഉള്ള മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.